കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് CPM താഴെത്തട്ടിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ പുറത്തു വരുമ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക പടരുന്നു. LDFന്റെ ഉരുക്കുകോട്ടകളായ മണ്ഡലങ്ങളിൽ പോലും വോട്ട് ചോർച്ച ഉണ്ടായെന്നും പല പ്രമുഖരും പരാജയ ഭീതിയിലാണെന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ഇത്തവണ പാർട്ടി കണക്കെടുപ്പ് നടത്തിയത്. പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ, അനുഭാവി വോട്ടുകൾ, സ്ഥാനാർത്ഥികൾ വ്യക്തിഗതമായി നേടുന്ന വോട്ടുകൾ എന്നിങ്ങനെ തരം തിരിച്ചാണ് ബൂത്ത് തലത്തിലുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ പലയിടത്തും UDF ശക്തമായ മുന്നേറ്റം നടത്തിയതായി പാർട്ടി വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് അഴീക്കോട്, പേരാവൂർ മണ്ഡലങ്ങളിലെ കണക്കുകൾ CPMനെ ഞെട്ടിക്കുന്നതാണ്. അഴീക്കോട് മണ്ഡലത്തിൽ KV സുമേഷ് 7000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര കണക്ക്. ഇവിടെ 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ തന്നെ തോൽവി ഭയന്നുള്ള കണക്കുകൾ ഉയരുന്നത്. സുമേഷിന്റെ വ്യക്തിഗത സ്വാധീനം വോട്ടായി മാറിയാൽ മാത്രമേ ഇവിടെ നേരിയ പ്രതീക്ഷയെങ്കിലും നിലനിൽക്കുന്നുള്ളൂ. മറ്റൊരു നിർണായക മണ്ഡലമായ പേരാവൂരിൽ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കുള്ള വ്യക്തിഗത മികവും ജനപ്രീതിയും വോട്ടെണ്ണുമ്പോൾ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. പയ്യന്നൂരിലാകട്ടെ കനത്ത വോട്ട് ചോർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂരിപക്ഷം 10,000-നും 20,000-നും ഇടയിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. തളിപ്പറമ്പിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടന്നതെന്നും 2000 മുതൽ 3000 വരെ വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നുമാണ് അടിത്തട്ടിലെ റിപ്പോർട്ട്. എന്നാൽ തലശ്ശേരിയിൽ ഇത്തവണയും 20,000-ഓളം വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാമെന്ന് CPM കണക്ക് കൂട്ടുന്നു. കണ്ണൂരിലെ കോട്ടകളിൽ വിള്ളൽ ഉണ്ടാകുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സ്ഥിതിയും ഒട്ടും ആശ്വാസകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ജില്ലയിലെ ആകെയുള്ള മണ്ഡലങ്ങളിൽ ബേപ്പൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, എലത്തൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് CPM ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടേക്കുമെന്ന സൂചനയും പാർട്ടി നൽകുന്നുണ്ട്. വടകര, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, നാദാപുരം എന്നിവിടങ്ങളിലാണ് തോൽവി ഭയക്കുന്നത്. വടകരയിൽ SDPI സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും ഇടത് സ്ഥാനാർത്ഥികൾ പാർട്ടി കണക്കുകളിൽ പിന്നിലാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത വോട്ടുകൾ കൂടി ചേർത്താൽ ജയിച്ചു കയറാമെന്ന നേരിയ പ്രതീക്ഷ നേതൃത്വം പങ്കുവയ്ക്കുന്നു. തിരുവമ്പാടി, കുന്നമംഗലം, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്നാണ് റിപ്പോർട്ട്. ഇവിടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ മാറ്റങ്ങൾ നിർണായകമാകും. CPM കോട്ടകളിൽ ഇത്തവണ ഉണ്ടായ വോട്ട് ചോർച്ച ഗൗരവകരമായി കാണണമെന്ന് താഴെത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഭരണവിരുദ്ധ വികാരവും പ്രാദേശികമായ തർക്കങ്ങളും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവിൽ മാത്രം വിജയിച്ചു കയറേണ്ടി വരുന്ന സാഹചര്യം ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ്. വോട്ടെണ്ണൽ ദിനത്തിൽ ഈ കണക്കുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടറിയണം. ഏതായാലും പരാജയ ഭീതി നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി പ്രവർത്തകർ വരും ദിവസങ്ങളിൽ കൃത്യമായ വിശകലനം നടത്താനാണ് തീരുമാനം.